സൂചിപ്പിച്ചതുപോലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ഏകദേശം ഒരു 10 വർഷത്തിന് മുമ്പ് നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെയൊക്കെ അപ്ലൈനായിട്ടുള്ള നമ്മുടെ ബഹുമാന്യരായിട്ടുള്ള ഡയമണ്ട് ലീഡേഴ്സ് അനൂപ് സാറും അനീഷ് സാറുമാണ് എന്നെ ഈ ഒരു ബിസിനസ് പരിചയപ്പെടുത്തുന്ന സമയത്ത് ഞാൻ തിരുവല്ല തഹസിൽദാരായിട്ട് ജോലി ചെയ്യുകയാണ്. അവർ വന്ന് ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് സംസാരിച്ചു, ഇതിൻ്റെ ലീഗാലിറ്റിയെ കുറിച്ച് സംസാരിച്ചു. എനിക്കൊരിക്കലും നോ എന്ന് പറയാൻ പറ്റില്ല, കാര്യം അത്രയ്ക്കും അടുത്ത ബന്ധമാണ്. 10-15 വർഷമായിട്ട് അറിയാവുന്നവരാണ്. എൻ്റെ വീടിനടുത്ത് തന്നെയാണ് അവർ താമസിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കി. അന്ന് ജോലിയിലായിരുന്നുകൊണ്ട് തന്നെ എൻ്റെ പേരിൽ തുടങ്ങിയില്ല, വൈഫിൻ്റെ പേരിലാണ് തുടങ്ങിയത്. പക്ഷേ കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നേരത്തെ മിഥുൻ സാർ പറഞ്ഞതുപോലെ ഏറ്റവും അടുത്ത ബന്ധമുള്ള കുറച്ച് പരിചയക്കാരെ മാത്രം കൊണ്ടുവന്നു. പിന്നീട് 2017 ഡെപ്യൂട്ടി കളക്ടറായിട്ട് റിട്ടയർ ചെയ്തു. റിട്ടയർമെന്റിന് ശേഷമാണ് സജീവമായിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയത്. ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന്, റിട്ടയർമെന്റിന് ശേഷവും സജീവമായിട്ട് ഏതെങ്കിലും കാര്യത്തിൽ ഏർപ്പെടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, സാധാരണ രീതിയിൽ റിട്ടയർ ചെയ്ത ആൾക്കാർ നിങ്ങളുടെ പരിസരത്തൊക്കെ ഇഷ്ടംപോലെ സർക്കാർ ഉദ്യോഗസ്ഥർ റിട്ടയർ ചെയ്തിട്ടുണ്ടാകാം. അവരെന്തായിരിക്കും ചെയ്യുന്നത്? ഏതെങ്കിലും പള്ളി കമ്മിറ്റിയിലോ അമ്പല കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ലൈബ്രറി കമ്മിറ്റിയിലോ ഒക്കെ പ്രവർത്തിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുമായിരിക്കും. അവര് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പല ആൾക്കാരുടെയും ചിന്താഗതി എന്ന് പറയുന്നത് അവരുടെ ലൈഫ് തീർന്നു, ഔദ്യോഗികമായ ജീവിതം കഴിഞ്ഞു, ഇനി വിശ്രമ ജീവിതം മാത്രമാണ് അവർക്ക് യോജിച്ചതെന്നുള്ള ചിന്താഗതിയാണ് പലർക്കും ഉള്ളത്. എന്നോടൊപ്പം റിട്ടയർ ചെയ്ത ധാരാളം ആൾക്കാരുണ്ട്. അവര് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാൻ പ്രയാസം. കാര്യം ഇതിപ്പോ സോഷ്യൽ മീഡിയയൊക്കെ വളരെ വ്യാപകമായിട്ടുണ്ടെങ്കിൽ പോലും പല ആൾക്കാരും അതിനകത്ത് പോലും ഇല്ല. പലരും മരിക്കുന്ന സമയത്തൊക്കെയാണ് ഇത്രയും നാൾ അദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് അറിയുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് ആരോഗ്യം ഉള്ളിടത്തോളം കാലം ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിക്കുകയും ആ പ്രവൃത്തി മറ്റുള്ളവർക്കും കൂടെ പ്രയോജനമുള്ള രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും നാളെ നമ്മുടെ പേര് പലരും ഓർത്തിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് റിട്ടയർ ചെയ്യാനുള്ള സമയമായില്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അത് മറ്റുള്ളവർക്കും കൂടെ ഗുണമുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബോധ്യമുള്ളതുകൊണ്ട് തന്നെ റിട്ടയർമെന്റിന് ശേഷവും പഴയതുപോലെ തന്നെ സജീവമായിട്ട് രംഗത്തുണ്ടായി. അങ്ങനെ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നു. 2018 മാർച്ചിലാണ് സജീവമായിട്ട് ബിസിനസ് ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് നേട്ടങ്ങളിലേക്ക് എത്താൻ പറ്റും. നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ ഞാൻ വീട്ടിലിരുന്നെങ്കിൽ പെൻഷൻ പൈസ മാത്രം കിട്ടുമായിരുന്നെങ്കിൽ ഇന്ന് കിട്ടുന്ന ഈ കമ്പനിയിൽ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ഏതാണ്ട് പെൻഷന്റെ 4-5 ഇരട്ടിയൊക്കെയാണ്. രണ്ടാമത്തെ കാര്യം, വളരെ ചെറുപ്പത്തിലേയുള്ള ആഗ്രഹമാണ് യാത്രകൾ. ഒരുപാട് യാത്രകൾ ചെയ്യണം, സ്ഥലങ്ങൾ കാണണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. അത് ജോലിയിൽ ഇരുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും അതൊന്നും സാധ്യമല്ലായിരുന്നു. പക്ഷെ പിന്നീട് റിട്ടയർമെന്റിന് ശേഷം ഇന്ന് നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ, ഏതാണ്ട് 9ഓളം രാജ്യങ്ങളിൽ ഈ ബിസിനസ് വന്നതിന് ശേഷം യാത്ര ചെയ്യാൻ പറ്റും. അതിൽ പല രാജ്യങ്ങളിലും ഒറ്റയ്ക്ക് തന്നെ പോയത് കുടുംബസമേതം പോകാനുള്ള അവസരവും കിട്ടും. കാറ് വാങ്ങിച്ചു, സ്ഥലം വാങ്ങിച്ചു, അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ ഈ ഒരു ബിസിനസ്സിലൂടെ ചുരുങ്ങിയ സമയം കൊണ്ട് നേടാൻ എനിക്ക് കഴിയും. ഇന്ന് ഈ ഒരു അവസരം ആദ്യമായിട്ട് കേൾക്കുന്ന ധാരാളം ആൾക്കാരിവിടെ ഉണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കാലഘട്ടത്തിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ അറിയണം. പണ്ട് കാലത്ത് നമുക്കൊരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു ബാങ്കിൽ ഇട്ടിരിക്കുന്ന പൈസ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ATM ഉണ്ടായിരുന്നു. എന്റെ ചെറുപ്പകാലത്ത് ബാങ്കിൽ പോയി ക്യൂ നിന്ന് ഒരു അരമണിക്കൂറൊക്കെ നിൽക്കുമ്പോഴാണ് അവിടെ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. ഇന്ന് ഏത് പാരാത്തേക്ക് വേണമെങ്കിലും നമുക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ, അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പോയി ആ പൈസ വിഡ്രോ ചെയ്യാം. എന്ന് മാത്രമല്ല, ദൂരെയുള്ള ഒരാൾക്ക് പൈസ അയക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് വീട്ടിലിരുന്ന് തന്നെ പൈസ അയച്ചു കൊടുക്കാൻ പറ്റും. ഈ ഇതുപോലുള്ള മാറ്റങ്ങൾ, ഒരുപാട് ഒട്ടനവധി മാറ്റങ്ങൾ ലോകത്ത് സംഭവിക്കുന്നുണ്ട്. പണ്ട് ഒരു ജോലിയിലൂടെ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ചില ബിസിനസ്സിലൂടെയുള്ള വരുമാനം മാത്രമേ ഒരാൾക്ക് കിട്ടുമായിരുന്നുള്ളൂ. ഇപ്പൊ അങ്ങനെയാണോ? ഒരിക്കലുമല്ല. അതായത് വീട്ടിലിരുന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ കോടികൾ സമ്പാദിക്കാവുന്ന ധാരാളം ബിസിനസ്സുകൾ നാട്ടിലുണ്ട്. എന്റെ ചില സുഹൃത്തുക്കള് ട്രേഡിങ് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ട്രേഡിങ് നടത്തി ഇന്ത്യൻ റുപ്പി അല്ല, ഡോളർ, വീട്ടിലിരുന്ന് യാതൊരു തരത്തിലും വെളിയിലൊന്നും പോകേണ്ട, ഓഫീസൊന്നും വേണ്ട, സ്വന്തം മൊബൈൽ മാത്രം ഉപയോഗിച്ച് ഡോളർ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഡോളർ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവിടെ എന്ത് വേണം? മുതൽ മുടക്ക് വേണം. കോടികൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ അവിടെ 1000-ങ്ങളോ 10,000-ങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെയും സാധ്യതകളുണ്ട്. ഇവിടെ ഇന്ന് നിങ്ങൾ ആദ്യമായിട്ട് കേട്ട ഒരു അവസരത്തിൽ അങ്ങനെ മുതൽ മുടക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ
പ്രത്യേകത. എന്നാൽ മറ്റേത് ബിസിനസിനേക്കാൾ നന്നായിട്ട് വരുമാനം വാങ്ങിക്കാനുള്ള ഒരു അവസരവും ഈ ബിസിനസ്സിലുണ്ട്. നഷ്ടസാധ്യത എന്ന് പറയുന്നത് 1% പോലും ഇല്ല, 0% ആണ്. മറ്റേത് ബിസിനസ് ആണെങ്കിലും നഷ്ടസാധ്യതയുണ്ട്. ഈ ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ചില ആൾക്കാർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, കോടികൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ കോടികൾ ഉണ്ടാക്കാമെങ്കിലും ഒരു പക്ഷേ ചിലപ്പോൾ കോടികൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. പക്ഷെ ഈ ബിസിനസ്സിൽ നയാ പൈസ നഷ്ടം സംഭവിക്കുന്നില്ല. കാര്യം എന്താ? നമ്മൾ എന്തെങ്കിലും മുടക്കിയാലല്ലേ നഷ്ടം ഉണ്ടാകത്തുള്ളൂ. ഇവിടെ മുടക്കുന്നൊന്നുമില്ലല്ലോ. നമ്മുടെ വീട്ടിലേക്കുള്ള കുറച്ച് ഉൽപ്പന്നങ്ങൾ മഞ്ജു സാർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. നമ്മൾ എല്ലാ മാസവും വാങ്ങിക്കേണ്ട കുറച്ച് ഉൽപ്പന്നങ്ങൾ ബ്രാൻഡും കടയും മാറ്റി ഈ കമ്പനിയുടെ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാൽ മതി ഈ ബിസിനസ് ആരംഭിക്കാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നഷ്ടസാധ്യതയില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എന്തുമാത്രം വേണമെങ്കിലും, ഞാനിപ്പോ ജോലി ചെയ്തു, 35 വർഷത്തോളം ജോലി ചെയ്തു. ആ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് തരാമെന്ന് പറയുന്ന ആ എമൗണ്ട് മാത്രമേ സർക്കാരിൽ നിന്ന് എനിക്ക് കിട്ടുമായിരുന്നുള്ളൂ. രാത്രിയും പകലും ഇല്ലാതെ ജോലി ചെയ്തിട്ടുണ്ട്. 4-5 ദിവസം ഇട്ടിരുന്ന അതേ ഡ്രസ് ഇട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ശമ്പളത്തേക്കാൾ 1 രൂപ പോലും കൂടുതൽ കിട്ടിയിട്ടില്ല. പക്ഷെ ഇവിടെ ഈ ബിസിനസ്സിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ എത്ര വേണമെങ്കിലും വാങ്ങിക്കും. അതായത് 1 കോടിക്കടുത്ത് വരെ ഒരു മാസം വാങ്ങിച്ച് തെളിയിച്ച ആൾക്കാര് ഈ ബിസിനസ്സിലുണ്ട്. അപ്പൊ അത്രയും അനന്ത സാധ്യതയുള്ള ബിസിനസ്സിലേക്കാണ് മഞ്ജു സാർ നിങ്ങൾ ക്ഷണിച്ചത്. ഇത് ഈ ഒരു കാലഘട്ടത്തിന്റെ ബിസിനസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിന്റെ ബിസിനസ്സാണ്. കാര്യം ഇന്ത്യയിൽ ഈ ബിസിനസ് തുടങ്ങി അതിന്റെ ലീഗാലിറ്റി ഒക്കെ ശരിയായിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മളെക്കാൾ കഴിവും നമ്മളെക്കാൾ താല്പര്യങ്ങളും നമ്മളെക്കാൾ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ള ആൾക്കാർ നമ്മോടൊപ്പം വരും. കാര്യം ഇന്ന് ഒരുപാട് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള സബ്ജക്ട് കൂടിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്രയും സാധ്യതയുള്ള ബിസിനസിനെ കുറിച്ച് പഠിച്ചിറങ്ങുന്ന PG ഒക്കെ കഴിഞ്ഞിറങ്ങുന്ന ആൾക്കാർ ഏതെങ്കിലും ഒരു ഓഫീസിൽ ഗുമസ്ത പണിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ മാർക്കറ്റിങ്ങിനായിട്ട് പോകുമോ? അവിടെയൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകമേ കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ എത്ര വേണേലും വാങ്ങിക്കാം. ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ ബിസിനസ് സാർ കാണിച്ചു തന്നു. 24 വയസ്സുള്ള ഒരു വ്യക്തി, ഇന്ത്യയിലെ തന്നെ വളരെ വളരെ മനോഹരമായ ഒരു വാഹനം, MG ഹെക്ടറിന്റെ ഒരു വാഹനം, ഏതാണ്ട് ഒരു 1 കോടിക്ക് അടുത്ത് വിലയുള്ള വാഹനം, 24 വയസ്സേ ഉള്ളൂ. അദ്ദേഹം ഈ ഒരു ബിസിനസ് ചെയ്ത് വാങ്ങിച്ചു. അപ്പൊ ഇങ്ങനെ ചെറുപ്പക്കാർക്ക് പോലും അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്വപ്നങ്ങളിലേക്ക് എത്താൻ പറ്റുമെന്ന് തെളിയിച്ചിട്ടുള്ള ഒരു അവസരമാണ് നിങ്ങൾ കേട്ടത്. ഇത് ഒരാളോ 2 ആളോ അല്ലെങ്കിൽ 10 പേരോ അല്ലെങ്കിൽ 100 പേരോ അല്ല. ഈ കമ്പനിയുടെ വെബ്സൈറ്റ് എടുത്ത് നിങ്ങളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ മഞ്ജു സാർ പറഞ്ഞ ആ 2,10,000 വാങ്ങിച്ച ആൾക്കാര് 1000 കണക്കിനാണ്. നമ്മളൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് സ്ക്രോൾ ചെയ്താലും നമുക്ക് ആ ലിസ്റ്റ് പൂർണ്ണമായി